ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹൈഡ്രജന്റെ സ്പെക്ട്ര ESR സ്പെക്ട്ര ഹൈഡ്രജൻ ആറ്റത്തിന്റെ ESR സ്പെക്ട്ര നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള എക്സാമ്പിൾസും കൂടി കാണാം. അതായത് ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നതാണ് മീഥൈൽ റാഡിക്കൽ. മീഥൈൽ റാഡിക്കലിന്റെ ESR സ്പെക്ട്ര ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മീഥൈൽ റാഡിക്കലിന് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് CH3 റാഡിക്കൽ അല്ലെ. നോക്കൂ, ഇതാണ് ആ റാഡിക്കൽ. ഇപ്പൊ മീഥൈൽ റാഡിക്കൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കാർബൺ ന്യൂക്ലിയസിന്റെ എന്താണ് I ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് നോ നെറ്റ് സ്പിൻ ആണ്. അപ്പൊ അവിടെ ഇന്ററാക്ഷൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇന്ററാക്ഷൻസ് വരുന്നത് ഇവിടെ ഏത് തമ്മിലാണ്? ഈ റാഡിക്കലും, അതായത് ഈ അൺപെയ്ഡ് ഇലക്ട്രോൺ ഹാവിങ് സ്പിൻ പ്ലസ് ഓർ മൈനസ് ഹാഫ്, അതും അതുപോലെ ഈ 3 പ്രോട്ടോൺസും തമ്മിലാണ് ഇവിടെ ഇന്ററാക്ഷൻസ് വരുന്നത്. അതായത് കാർബണിന്റെ I 0 ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻസ് ഒന്നും വരുന്നില്ല. ഈ ഇന്ററാക്ഷൻസ് വരുന്നത് ഏതൊക്കെ തമ്മിലാണ്? അൺപെയ്ഡ് ഇലക്ട്രോണും അതുപോലെ നമ്മുടെ ഹൈഡ്രജന്റെ 3 പ്രോട്ടോൺസും, അതായത് H3, അത് തമ്മിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? 3 ഈക്വലന്റ് പ്രോട്ടോൺസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ 3 ഈക്വലന്റ് പ്രോട്ടോൺസിനെ ഏതൊക്കെ ടൈപ്പില് അലൈൻ ചെയ്യാം സ്പിൻസ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പോസിബിൾ ആയിട്ടുള്ള സ്പിൻ അറേഞ്ച്മെന്റ്സ് ആണ് 3 പ്രോട്ടോൺസിന്റെ. നോക്കൂ, ഇപ്പൊ 3 പ്രോട്ടോൺസിന്റെയും സ്പിന്നെ അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഹാഫ് ഹാഫ് ഹാഫ്, അപ്പൊ +3/2 ആണ് ടോട്ടൽ സ്പിൻ കിട്ടുക. ഇനി വേറൊരു കേസ് എന്താന്ന് വെച്ചാൽ 2 എണ്ണം അപ്വേർഡും ഒരെണ്ണം അടിയിലേക്കും ആവാം. ദെൻ ആദ്യത്തെ മുകളിലേക്ക്, രണ്ടാമത്തെ അടിയിലേക്ക്, മൂന്നാമത്തെ മുകളിലേക്ക്, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ആദ്യത്തെ അടിയിലേക്കും ബാക്കിയുള്ള 2 എണ്ണത്തിന്റെ മുകളിലേക്കും. അപ്പൊ അങ്ങനെയുള്ള 3 ചാൻസുകളാണ് ഉള്ളത്. ആ 3ന്റെയും സ്പിൻ എത്രയാണ്? ഒരെണ്ണത്തിന്റെയും മറ്റേതിന്റെയും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. ഈ ഹാഫും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഒരു ഹാഫ് ആണുള്ളത്, അതായത് +1/2 ആണ് അതിന്റെ ടോട്ടൽ സ്പിൻ. ഇനി നേരത്തെ മുകളിലേക്ക് ആയതൊക്കെ ഇപ്പൊ അടിയിലേക്കും, അടിയിലേക്ക് ആയതൊക്കെ മുകളിലേക്കും, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിന്റെ സ്പിന്നെ ഇതും ക്യാൻസൽ ചെയ്തു, മറ്റേതിന്റെ അടിയിലേക്കാണ് -1/2 ആണ് വരിക അല്ലെ. അപ്പൊ ഈ 3 കേസിലും അതിന്റെ ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത് -1/2 ആയിട്ടാണ് വരിക. ഇനി ലാസ്റ്റ് ചാൻസ് ഏതാണ്? 3 എണ്ണത്തിന്റെ സ്പിന്നെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ -1/2 -1/2 -1/2, അതായത് -3/2 ആയിരിക്കും അതിന്റെ ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ 3 ഹൈഡ്രജൻസിന്റെ 3 പ്രോട്ടോൺസിന്റെ പോസിബിൾ ആയിട്ടുള്ള സ്പിൻ അറേഞ്ച്മെന്റ്സും അതിന്റെ ടോട്ടൽ സ്പിൻ എന്നും പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു +or-1/2 ആണ് ആ ഇലക്ട്രോണുള്ള സ്പിന്നെ. അത് ഈ 4 സ്പിൻ സ്റ്റേറ്റ്സ് ഓഫ് ദ ന്യൂക്ലിയസും ആയിട്ടും ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഗവേണിംഗ് ദ 2 സെലക്ഷൻ റൂൾസ്. ഏതൊക്കെയാണ് നമ്മുടെ സെലക്ഷൻ റൂൾസ്? ΔMs ഈസ് ഈക്വൽ ടു +or-1ഉം ΔMi ഈസ് ഈക്വൽ ടു 0യും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എനർജി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇലക്ട്രോണിന്റെ സ്പിൻ സ്റ്റേറ്റ്സ് S ഈസ് ഈക്വൽ ടു +or-1/2. അവിടെ നമ്മൾ ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അത് ഡീജനറേറ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നീട് നമ്മൾ അപ്ലൈഡ് ഫീൽഡ് കൊടുക്കുകയാണ്. B ഈസ് ഈക്വൽ ടു B0 എന്ന് പറയുന്ന ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്പിൻ സ്റ്റേറ്റ്സ്, ഇലക്ട്രോണിന്റെ സ്പിൻ സ്റ്റേറ്റ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് MS ഈസ് ഈക്വൽ ടു -1/2ഉം അതുപോലെ MS ഈസ് ഈക്വൽ ടു +1/2ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത ഈ ഇലക്ട്രോണിന്റെ സ്പിൻ സ്റ്റേറ്റ്സിനെ പിന്നീട് എന്തായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ പ്രോട്ടോൺസിന്റെ സ്പിൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പ്രോട്ടോൺസിന്റെ സ്പിൻ സ്റ്റേറ്റ്സ് ഓരോ ഇലക്ട്രോണിന്റെ സ്പിൻ സ്റ്റേറ്റ്സ് ആയിട്ട് എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യണു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് പ്രോട്ടോണിന്റെ 4 സ്പിൻ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ 4 എണ്ണവും ഓരോ ഇലക്ട്രോണിന്റെ സ്പിൻ സ്റ്റേറ്റ്സും ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ MS ഈസ് ഈക്വൽ ടു -1/2 ആണ് ലോവർ എനർജി. അതുകൊണ്ട് MI എടുക്കുമ്പോൾ പോസിറ്റീവ് സൈൻ ഉള്ളതാണ് ആദ്യം വരിക, പിന്നീടാണ് നെഗറ്റീവ് സൈൻ ഉള്ളത് വരിക. അതായത് +3/2 +1/2 -1/2 -3/2. അപ്പൊ ഈ 4 എണ്ണം ഈ ഇലക്ട്രോൺ ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹയർ ഇലക്ട്രോൺ, ഹയർ എനർജിയുള്ള ഇലക്ട്രോണിന്റെയാണ് MS ഈസ് ഈക്വൽ ടു +1/2. അപ്പൊ അതിന് സ്പിൻ സ്റ്റേറ്റ്സ് പിന്നീട് നമ്മുടെ പ്രോട്ടോണിന്റെ സ്പിൻ സ്റ്റേറ്റ്സ് ആയിട്ട് കപ്പിൾ ചെയ്യുമ്പോൾ പ്രോട്ടോണിന്റെ സ്പിൻ സ്റ്റേറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 4 സ്പിൻ സ്റ്റേറ്റ്സ് ഇവിടെ +1/2 ആണ് വരുന്നത് കൊണ്ട് ഇവിടെ ലോവർ എനർജി -3/2 ആയിരിക്കും. -3/2 -1/2 +1/2 +3/2. ഇനി ഇതിൽ ഏതൊക്കെ തമ്മിലാണ് ട്രാൻസിഷൻസ് നടക്കുക? ഇവിടെ നമ്മുടെ MS ഈസ് ഈക്വൽ ടു +or-1, അതായത് +1/2 -1/2. അപ്പൊ +1/2 ആയി, അതായത് 1. അപ്പൊ ഇവിടെ ട്രാൻസിഷൻ നടക്കാനുള്ള ആ പോസിബിലിറ്റി സെലക്ഷൻ റൂള് സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഇവിടെ ഏതൊക്കെ ലെവൽസ് ആയിട്ട് തമ്മിലായിരിക്കും ട്രാൻസിഷൻസ് നടക്കുക?
+3/2 +3/2 തമ്മിൽ ട്രാൻസിഷൻ നടക്കും. അതുപോലെ +1/2 +1/2ലേക്ക് ട്രാൻസിഷൻ നടക്കും. അതുപോലെ -1/2 -1/2ലേക്കും, അതുപോലെ -3/2 -3/2 സ്പിൻ സ്റ്റേറ്റിലേക്ക് ആയിരിക്കും ട്രാൻസിഷൻസ് നടക്കുക. എങ്കിൽ മാത്രമേ ഈ ΔMi = 0 എന്ന് പറയുന്ന സെലക്ഷൻ റൂൾ സാറ്റിസ്ഫൈഡ് ആവും. ഫോർ എക്സാമ്പിൾ നോക്കൂ, +3/2 +3/2 ആണെങ്കിൽ മാത്രമേ +3/2 -+3/2 അപ്പൊ എന്തായി 0 ആയി. അപ്പൊ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി അല്ലെ. അപ്പൊ ഈ 4 ട്രാൻസിഷൻസ് മാത്രമാണ് നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാക്കി വേറെ ഏത് ട്രാൻസിഷൻസ് നടക്കുകയാണെങ്കിലും ഈ ΔMi = 0 എന്ന് പറഞ്ഞ സെലക്ഷൻ റൂൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ 4 ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ എത്ര പീക്സ് ആണ് നമുക്ക് കിട്ടുക സ്പെക്ട്രത്തിലെ? നമുക്കറിയാം n+1 പീക്സ് ആണ്. n ഈസ് ദ നമ്പർ ഓഫ് ഈക്വലന്റ് പ്രോട്ടോൺസിന്റെ നമ്പർ ആണ് വിത്ത് സ്പിൻ i = ½ അപ്പൊ ഇവിടെ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 3 പ്രോട്ടോൺസ് ഉണ്ട് ഹാവിംഗ് സ്പിൻ ഹാഫ്. അതായത് 3+1 എന്ന് പറയുമ്പോൾ 4 ലൈൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ലൈൻസിന്റെ ഇന്റൻസിറ്റി ആദ്യത്തെ കേസ് നമ്മുടെ ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ 1:1 ഇന്റൻസിറ്റി ഉള്ള ലൈൻസ് ആണ് നമുക്ക് കിട്ടുക. എന്നാൽ മീഥൈൽ റാഡിക്കലിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെയാണ് ESR സ്പെക്ട്രം എടുക്കുമ്പോൾ 4 ലൈൻസ് കിട്ടുന്നത്. ഇതാണ് ആ 4 ലൈൻസ്. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എഗെയിൻസ്റ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ അപ്ലൈഡ് ഫീൽഡ്. അപ്പൊ 4 ലൈൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അതിന്റെ റിലേറ്റീവ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1:3:3:1. ഇതും 1 ആണെങ്കിൽ ഈ രണ്ടെണ്ണത്തിന്റെ ഇന്റൻസിറ്റി 3 ആയിരിക്കും കിട്ടുക. അപ്പൊ ആ ഒരു റിലേറ്റീവ് ഇന്റൻസിറ്റീസ് ഉള്ള പീക്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇതാണ് നമ്മുടെ മീഥൈൽ റാഡിക്കൽ. അപ്പോൾ വളരെ സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് ഈ സെലക്ഷൻ റൂളും അതുപോലെ ഇലക്ട്രോണിന്റെ സ്പിൻ സ്റ്റേറ്റും അതുപോലെ നമ്മുടെ പ്രോട്ടോണിന്റെ സ്പിൻ സ്റ്റേറ്റും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇത് വരച്ചു പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.